മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ വിധി ഇന്നാണ്. ഒന്നും രണ്ടൊന്നുമല്ല, 35 വർഷങ്ങൾക്ക് ശേഷമാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത്. മയക്കുമരുന്നുമായി പിടിയിലായ വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പം 3.5 പതിറ്റാണ്ടിന് ശേഷം ഈ കേസിൽ വിധി വരികയാണല്ലേ? ഹാഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. മുൻ ഗതാഗത മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് ഇന്ന് നിർണായകമായ ദിവസമാണ്. കാരണം ഈ തൊണ്ടിമുതൽ കേസിൽ ഇന്ന് വിധി വരുന്നു. അതും 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ കേസിൽ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത്. 1990-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അടിവസ്ത്രത്തിൽ ലഹരിമരുന്ന് ഒളിപ്പിച്ച നിലയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് വിദേശി പിടിയിലാകുന്നത്. തുടർന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി ഈ കേസിൽ 10 വർഷത്തേക്ക് വിദേശിയെ ശിക്ഷിക്കുന്നു. തുടർന്ന് അപ്പീലുമായി വിദേശി ഹൈക്കോടതിയെ സമീപിക്കുന്ന ഘട്ടത്തിലാണ് ഇതിലെ പ്രധാനപ്പെട്ട തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിക്കുന്നത്. അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും നെടുമങ്ങാട് കോടതിയിലെ ക്ലർക്കായിരുന്ന KS ജോസും ചേർന്നാണ് ഈ കൃത്രിമം നടത്തിയത്. അടിവസ്ത്രം തൊണ്ടിമുതലായ അടിവസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുകയും ഇത് ഹൈക്കോടതിയിൽ കേസ് എത്തുമ്പോൾ ഇത് ഈ വിദേശിയുടേതല്ല എന്ന് കണ്ട് വിദേശിയെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ മറ്റൊരു കേസിൽ വിദേശി ശിക്ഷിക്കപ്പെടുകയും സഹതടവുകാരനോട് ഇത് വെളിപ്പെടുത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ കേസിൽ വീണ്ടും നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത്. അങ്ങനെ വീണ്ടും ഈ കേസ് മുന്നോട്ട് പോവുകയും ആന്റണി രാജുവിനെ പ്രതിയാക്കി വിചാരണ മുന്നോട്ട് പോവുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ വരെ ഈ കേസ് റദ്ദാക്കാൻ ആന്റണി രാജു സമീപിച്ചെങ്കിലും വിചാരണയുമായി മുന്നോട്ട് പോകാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ആ കേസിലാണ് ഇന്ന് നെടുമങ്ങാട് കോടതി വിധി പറയുന്നത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ വാദം കേട്ട ശേഷമാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടി ആന്റണി രാജുവിന് ഇന്നത്തെ വിധി എന്തായാലും വളരെ നിർണായകമായിരിക്കും. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.